നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കയ്യാർ. ആദ്യം പ്രധാന വാർത്തകൾ. CSR ഫണ്ടിന്റെ പേരിൽ സിവിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് സംസ്ഥാനത്ത് 1000 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ വടക്കാഞ്ചേരിയിൽ വ്യാപക പ്രതിഷേധം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. സീഡ് സൊസൈറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ വടക്കാഞ്ചേരി നഗരസഭയിലെ വനിതാ കോൺഗ്രസ് കൗൺസിലർമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി നഗരത്തിൽ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് വിലയിരുത്തി. വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആലത്തൂർ MP K രാധാകൃഷ്ണൻ നൽകിയ നിവേദനം സദേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കൈമാറി. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വടക്കാഞ്ചേരി പോലീസ്. ആലപ്പുഴ തലവാടി കാരിക്കുഴിമുറി വാഴയിൽ വീട്ടിൽ 46 വയസ്സുള്ള മാത്തുക്കുട്ടി മത്തായിയാണ് ആലപ്പുഴയിൽ പിടിയിലായത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ AITUC മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി ധർണ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയിൽ കുമ്പളങ്ങാട് ഡെം സൈറ്റിൽ 2500 ടൺ മാലിന്യം ബയോമൈനിംഗ് പൂർത്തീകരിച്ചു. 20 ടൺ മാലിന്യം അടങ്ങുന്ന ആദ്യ ലോഡ് തമിഴ്നാട് ഡാൽമിയപുരം സിമന്റ് കരാർ കമ്പനിയിലേക്ക് പുറപ്പെട്ടു.